ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ അടുത്ത ആഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമിയുടെയും അജയുടെയും പുതിയ വിശേഷങ്ങളിലോട്ടൊക്കെ ഒന്ന് പോയാലോ. അപ്പോൾ ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന ഭയങ്കര ഒരു ട്വിസ്റ്റായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ അച്യുതന് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ കയറി വരികയാണ്. തൻ്റെ മകളെ നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിങ്സൊക്കെയാണ്. അങ്ങനെ സത്യദാസിനെ കണ്ടു വന്നതിന് ശേഷം അച്യുതന് ഒട്ടും പറ്റുന്നില്ല. കാരണം ഇവിടെ നിൽക്കുന്ന ഈ നാട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും തൻ്റെ മകൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വേവലാതിയാണ്. ഒരു അച്ഛനെ സംബന്ധിച്ച് അച്യുതന് അങ്ങനത്തെ ഒരു വല്ലായ്മയാണ്. അപ്പം അംബികയും പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് അച്ചുവേട്ടാ നമുക്ക് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങ് പോകാം എന്നൊക്കെയുള്ള തീരുമാനം അവരെടുക്കുകയാണ് കേട്ടോ. അപ്പം അച്യുതൻ പറഞ്ഞു, മോളെടുത്ത് ചോദിച്ചാൽ അവൾ സമ്മതം വേണ്ട എന്നേ പറയുള്ളൂ, അവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം അംബികയെന്ന് പറയാം. അപ്പം അംബികയ്ക്കും, കാരണം ഭൂമിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, താൻ ഇവരുടെ മകളല്ല, സത്യദാസ് സാറിൻ്റെ മകളാണ് എന്നുള്ള കാര്യം ഒരിക്കലും ഭൂമിക്ക് അറിയില്ലല്ലോ. അപ്പം ഇവർക്ക് ഇത്രയും ഒരു മനസ്സിന് വെപ്രാളവും ടെൻഷനും വരുന്നത് വേറൊന്നും കൊണ്ടല്ല, മകളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഭൂമിയോട് പോലും ഒരു അനുവാദം ചോദിക്കുന്നില്ല. കാരണം ഭൂമി പതിവ് പോലെ തന്നെ പോവേണ്, ടീ ഷോപ്പിൽ പോകുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ അടുത്ത് പോലും ഒരു വാക്ക് പറയാണ്ട് അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഭവാനിക്ക് ഇരിക്കപ്പുറത്തില്ല. ഭവാനി പറയണത് ഇനി ഒരു നിമിഷം കളയാനില്ല. അതായത് കമാലിനെ വിളിച്ചിട്ട് നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, ഇനി തനിക്ക് വേണ്ടി ഞാൻ ദിവസങ്ങളൊന്നും തരുന്നില്ല, തനിക്ക് എത്ര ലക്ഷം വേണോ താൻ ചോദിക്കണത് ഞാൻ എണ്ണിത്തരും, പക്ഷേ ഇനി സത്യദാസിൻ്റെ മകൾ ജീവനോടെ വരരുത്, അച്യുതനും വേണ്ട, ഈ രണ്ടുപേരെയും തട്ടിക്കളഞ്ഞേക്കാൻ ഭവാനി ഓർഡർ കൊടുത്തേക്കാണ്, ഒറ്റ ദിവസത്തെ സമയം കൂടെ തനിക്ക് ഇനി ഉള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അതനുസരിച്ചിട്ട് കമാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് വീട്ടിൽ ചെന്ന് കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് കമാൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അച്യുതനോ അംബികയൊന്നും അറിയില്ല. അപ്പോൾ അച്യുതൻ്റെ അംബികയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ഭൂമി വരുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോവുക എന്നത് മാത്രമാണ് അവരുടെ മനസ്സിൽ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ബോക്സിലും ഇതിലുമൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രാത്രി ആയപ്പോൾ നമ്മുടെ ഭൂമി വരുന്നുണ്ട്. ഭൂമി ചില പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം നാളെ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ തൻ്റെ അച്ഛൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നോ ഒന്നും അറിയില്ല. തൻ്റെ അച്ഛന് ഒരു ബ്രെയിൻ ട്യൂമറാണ്. താൻ ഭൂമി ഒറ്റയ്ക്ക് അതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛന് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഭൂമി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ വൈകി 11-11:30 ആയപ്പോൾ ഭൂമി ഷോപ്പൊക്കെ അടച്ചിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറേയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്നൊരു പിടുത്തം ഭൂമിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇതെന്താ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണേ, എന്ത് പറ്റി, എന്നോടൊന്നും പറഞ്ഞതും ഇല്ലല്ലോ. അങ്ങനെ ഭൂമി അച്ഛൻ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ചെന്നിട്ട് ചോദിക്കും, ഇതെന്താ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കണം, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകണം, ഇതെന്താ പറ്റിയെന്നിങ്ങനെ ഭൂമി ചോദിക്കണം. അപ്പോഴേക്ക് നമ്മുടെ അംബിക പറയും, മോളെ നമ്മൾ നാട്ടിൽ പോവാടി എന്ന് പറയും. അതിൻ്റെ അമ്മ പെട്ടെന്ന് എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, എന്തു പറ്റി എന്നിങ്ങനെ ഭൂമി തിരക്കുകയാണ്. അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു, നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനം മോളെ, നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഭൂമി അങ്ങ് വല്ലാണ്ടായി പോവുകയാണ്. കാരണം ഇനി മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്യണം, തൻ്റെ അച്ഛൻ്റെ ചികിത്സ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും ഒക്കെ, പണം, ഇതെല്ലാം എന്ത് ചെയ്യും. അപ്പോൾ ഭൂമി പറഞ്ഞു, എന്നോടൊരു വാക്ക് പോലും അമ്മയും അച്ഛനും പറഞ്ഞില്ലല്ലോ, നിങ്ങളെന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അപ്പോൾ എന്നോടൊന്നും തീരുമാനിക്കണ്ടേ എന്ന് ചോദിച്ചു. അതല്ല മോളെ, നീ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി, ഞാൻ കുറച്ച് ദിവസമായിട്ട് നിന്നോട് പറയുന്നുണ്ടല്ലോ നമുക്ക് നാട്ടിലേക്ക് പോകാം എന്നുള്ള കാര്യം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭൂമി പറഞ്ഞു, ഇപ്പോൾ പോകാൻ എന്തായാലും പറ്റില്ല അച്ഛാ, കാരണമെന്ന് വെച്ചാൽ എൻ്റെ കടയിലാണെങ്കിൽ നല്ല കച്ചവടമുള്ള സമയവും കാര്യങ്ങളൊക്കെയാണ്, ഈ സമയത്ത് ആ കച്ചവടമൊക്കെ കളഞ്ഞിട്ട് പോകണം എങ്ങനെ, പിന്നെ അച്ഛൻ
അച്ഛനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അസിഡിറ്റിയുടെ ഒരു എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇവിടെ വെച്ച് തന്നെ നിർത്തിപ്പോയാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോക്ക്, നമ്മുടെ പൈസ ചിലവ് എല്ലാം വരില്ലേ. അതൊന്നും ഓർത്ത് മോള് വേവലാതിപ്പെടണ്ടെന്ന് അച്യുതൻ പറഞ്ഞു. ഇല്ല അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണ്ട എന്നിങ്ങനെ ഭൂമി ഒന്ന് എതിർത്ത് തന്നെ പറയണം കേട്ടോ. അത് മാത്രമല്ല നാളെ ഫാദേഴ്സ് ഡേ ആണ്, ഞാൻ എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് അച്ഛനറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്യുതനും അംബികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കണം കേട്ടോ. എന്താണ് ഇവള് പറയണ, മോളെ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് അവർ രണ്ടുപേരും നിന്നത്. ആകെ ഒരു ഇതായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറയുന്നത് ഭൂമി എന്തായാലും നാളത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് നമുക്ക് വേണ്ടപ്പെട്ട എനിക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഉമ്മയും കടയിലുള്ള കുറച്ച് പേരും അതുപോലെ അച്ഛൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടെ സമാധാനിപ്പിച്ച് ഭൂമി ഒന്ന് ഒരുവിധം കയ്യിലെടുത്തു. അങ്ങനെ രണ്ടുപേരും പിന്നെ പോക്ക് ക്യാൻസൽ ചെയ്തൊക്കെയാണ്. എന്തായാലും നാളെ ഈ ഒരു പരിപാടി ഭൂമി അറേഞ്ച് ചെയ്തൊക്കെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു പദ്ധതിക്ക് എന്തായാലും ഇനിയിപ്പോൾ നോക്കണ്ട, പോക്ക് നടക്കില്ല എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഭൂമി പോയി കിടന്ന ശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടണം എന്നൊക്കെയുള്ള പല ചിന്തകളാണ്. അപ്പോൾ ഇതേ സമയം കമാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ കമാൽ ചെയ്യണേ. ഇവരെ കൊല്ലാനും അച്ഛനെയും മോളെയും കൊല്ലാനുള്ള പദ്ധതികളാണ് കമാൽ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ ഭൂമി പതിവ് പോലെ തന്നെ ഷോപ്പിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. അങ്ങനെ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം അച്ഛനെ കുറച്ചൊന്ന് പുന്നാരിപ്പിച്ചിട്ടൊക്കെയാണ് ഭൂമി പോകുന്നത്. ഇന്ന് വൈകിട്ടത്തെ പരിപാടി മറക്കണ്ട കേട്ടോ. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി എല്ലാം പറഞ്ഞ പോലെ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പോയിക്കുന്നത്. ഫുൾ ചിലവ് എൻ്റെയാണ്, ഈ ഭൂമിയുടെ വക, ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ എൻ്റെ ചിലവായിട്ട് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അവരെ കുറച്ച് സംസാരിച്ച് സന്തോഷിപ്പിച്ചിട്ടൊക്കെയാണ് ഭൂമി ഷോപ്പിലോട്ട് പോകുന്നത്. അങ്ങനെ ഭൂമി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അച്യുതനും അംബിക ഇങ്ങനെ ആലോചിക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, മോളുടെ ജീവൻ ആപത്ത് വരും, മോളെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഇതാണ്. കാരണം ഭവാനി വെറുതെ ഇരിക്കില്ല, അഭിരാമി ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഭവാനി എന്തായാലും നമ്മുടെ ഭൂമിയെ അഭിരാമിയെ കൊല്ലാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു ഭയപ്പാട് നമ്മുടെ അച്യുതൻ്റെ ഉള്ളിലുണ്ട്. അത് മാത്രമല്ല പിന്നെ സത്യദാസ് സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സാർ അത് അംഗീകരിക്കുമോ, സാർ അപ്പം തന്നെ എന്നെ അടിച്ച് കരണം പൊളിക്കും, അമ്മാതിരി സാറ് ചെയ്യും. കാരണം വെച്ചാൽ ആ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് മാത്രവുമല്ല നമ്മുടെ അച്യുതൻ ചിന്തിക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ നാളത്തെ പരിപാടിയിലെങ്ങാനും സത്യദാസ് സാറ് വരികയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ, എന്നായാലും പറയണം, സാറിൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്നൊരു ചിന്തയും നമ്മുടെ അച്യുതൻ്റെ ഉള്ളിൽ വരെയാണ്. സാറ് അറിഞ്ഞു കഴിയുമ്പോൾ ആ നിമിഷം തന്നെ സാറ് എന്നെ അടിക്കും, അത് ഉറപ്പായ കാര്യമാണ്. എങ്കിലും സാരമില്ല, സാറിൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്ന ചിന്തയൊക്കെ അച്യുതൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അച്യുതൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കമാൽ ഇവരുടെ ആരുടെയും കണ്ണിപ്പെടാണ്ട്, അതായത് അംബികയുടെയോ അച്യുതൻ്റെയോ കണ്ണിപ്പെടാണ്ട് ഈ വീട്ടിനകത്ത് കടന്നുകൂടുകയാണ് കേട്ടോ. കടന്നുകൂടുന്ന ചുമ്മാ അല്ല, കടാരയെ പോലെയുള്ള എന്തോ ഒരു വലിയ കത്തിയൊക്കെ അരയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ കമാൽ വന്നത്. കമാൽ എന്നിട്ട് നേരെ ഒരു കട്ടിലിൻ്റെ അടിയിൽ കയറി കിടക്കും കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ അച്യുതനെ അംബിക ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അവർ തിരിച്ചറിയോ, സത്യദാസ് തിരിച്ചറിയോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അംബിക സമാധാനിപ്പിക്കുന്നുണ്ട്, അച്ചുവേട്ടാ അതൊന്നും ഇപ്പം ആരും എന്തായാലും അവരൊന്നും അറിയുകയോ കണ്ടെത്തുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട അച്ചുവേട്ടാ, സമാധാനപ്പെട്ട അച്ചുവേട്ട ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അംബിക സമാധാനപ്പെടുത്തേന്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകിട്ടൊക്കെ ആവാറായപ്പോൾ ഈ കമാൽ ഈ കട്ടിലടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവസരം കിട്ടുമ്പോൾ ഒന്ന് കുത്തി കൊല്ലുക അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയയിലാണ് പുള്ളി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അംബിക അച്യുതനൊക്കെ റെഡിയാവാനുള്ള പദ്ധതിയൊക്കെ ചെയ്യണം. അങ്ങനെ അവർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെഡിയായി എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കമാൽ അച്യുതനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുകയാണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ കൊല്ലാനായിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. പക്ഷെ അംബിക അത് പെട്ടെന്ന് കാണുകയാണ് കേട്ടോ. അങ്ങനെ അംബിക പെട്ടെന്ന് അത് തടയാനായിട്ട് ശ്രമിക്കുമ്പോൾ കമാലിന് മനസ്സിലായി അത്ര പന്തിയല്ല എന്നുള്ളത്. അങ്ങനെ അംബികേനെ ഒരൊറ്റ അടി കൊടുക്കുന്നതും അംബിക
അംബിക തെറിച്ച് തിന്നിട്ട് ആ ടേബിളിൻ്റെ അവിടെ തലയിടിക്കാൻ കേട്ടോ അംബികയുടെ. അപ്പോഴേക്കും നമ്മുടെ അച്യുതന് മനസ്സിലായി ഇവിടെ ഇയാൾ നമ്മളെ കൊല്ലാനായിട്ട് വന്നിക്കണേന്ന്. അങ്ങനെ അച്യുതൻ പെട്ടെന്ന് തന്നെ ഇയാൾ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അംബികയുടെ കൈ പിടിച്ചിട്ടുണ്ട്. കാരണം അച്യുതന് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യമായിട്ട് ഒട്ടും തന്നെ ആരോഗ്യമില്ല, അങ്ങനെ തടയാനുള്ള ഒരു ഇതൊന്നും അച്യുതനില്ല. എന്നിട്ട് അച്യുതൻ പെട്ടെന്ന് അംബികയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തോട്ട് ചാടാൻ നോക്കുമ്പോഴും അതിന് അവസരം കിട്ടിയില്ല, അങ്ങനെ ചാടാനായിട്ട് പറ്റിയില്ല കേട്ടോ. ആ സമയത്ത് ഈ നമ്മുടെ കമാല് വന്നിട്ട് നേരെ അച്യുതനെ തള്ളി മറിച്ചങ്ങ് ഇടേനെ കേട്ടോ. കാരണം ഇനി സമയമില്ല, നമ്മുടെ ഭവാനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് എത്രയും വേഗം അച്യുതനെ കൊല്ലുക, പിന്നെ ഭൂമിയും കൊല്ലുക എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അങ്ങനെ അച്യുതനെ മറിച്ചിടേനെ. അപ്പോഴേക്കും നമ്മുടെ തലയിടിച്ച് നമ്മുടെ അംബിക അവിടെ കിടക്കുന്നിടത്ത് നിന്നും വീണ്ടും എണീറ്റ് വന്ന് ഈ കമാലിനെ പിടിച്ച് മാറ്റിയാണ്. കാരണം അയാളേൽ മതിയായ ഒരു കഠാരയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അച്യുതനെ കുത്തി കൊലപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അംബിക വീണ്ടും ചെന്ന് ആക്കണം. പക്ഷെ അങ്ങനെ ആ മാറ്റുമ്പോൾ ഒരൊറ്റ അടി അംബികയ്ക്ക് അങ്ങ് കൊടുക്കണം കേട്ടോ. ആ അടിയിൽ അംബികയുടെ ബോധം അങ്ങ് പോവുകയാണ്. പിന്നെ അംബികയ്ക്ക് ഒന്നും ഓർമ്മയില്ല, കണ്ണങ്ങ് മങ്ങി മങ്ങി അങ്ങ് അടഞ്ഞു പോവുകയാണ് കേട്ടോ. ഈ സമയം പറ്റിയ അവസരം കണക്കാക്കി കമാൽ എന്ത് ചെയ്യും, ആ കഠാര കൊണ്ട് അച്യുതനെ കുത്തേണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നെഞ്ചത്ത് തറച്ചങ്ങ് കുത്തി കഴിഞ്ഞിട്ട് അച്യുതനും പെട്ടെന്ന് ഉള്ളൊരു ഷോക്ക്, ഒന്നാമത് അസുഖമുള്ളൊരു മനുഷ്യനും ഈ കുത്തും കൂടെ കിട്ടി ശരിക്കും ബ്ലഡ് അങ്ങ് വാർന്ന് പൊക്കോണ്ടിരിക്കണം കേട്ടോ. അംബികയുടെ ബോധം മുഴുവനും പോയി. അച്യുതനൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പം ഡോറ് അകത്തുനിന്ന് കുറ്റിയിട്ടൊക്കെയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ ഭൂമിയുടെ കടയിലുള്ള ഉമ്മയും അങ്ങനെയുള്ള അവിടെയുള്ള ചേട്ടനൊക്കെ ഇങ്ങനെ വരെയാണ്. അപ്പോൾ അവർ വന്ന് ആദ്യം കോളിംഗ് ബെല്ലൊക്കെ അടിച്ചപ്പോഴാരും വന്നില്ല. അപ്പം അവരകത്ത് ഇല്ലേ, ഇനി എന്താ പറ്റിയെന്നുള്ള ഒരു ചിന്താഗതിയിലൊക്കെ അവർ നിൽക്കുകയായിരുന്നു. അപ്പം 1-2 പേരായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, വൈകിട്ടാണല്ലോ പരിപാടി. അപ്പോൾ ഭൂമി ബാക്കി കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഭൂമി ചെയ്യുന്നത്. സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതേ സമയം നമ്മുടെ അച്യുതൻ്റെ ബോധം മുഴുവനായിട്ട് അങ്ങ് പോവുകയാണ്. കാരണം നല്ല ആഴത്തിലുള്ള മുറിവായിരുന്നു അച്യുതൻ്റെത്. അപ്പം കമാലിന് ഈ സമയം പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കമാൽ ഒരു സ്ഥലത്ത് ഒളിച്ച് വീട്ടിനകത്ത് തന്നെ പതുങ്ങിയിരിക്കണം, അവസരം കിട്ടുമ്പോൾ പുറത്ത് ചാടാം എന്നുള്ള രീതിയിൽ. കാരണം ഈ കമാൽ മുഖം മൂടിയൊക്കെ ഇട്ടാണ് വന്നിരുന്നത്, അതുകൊണ്ട് അംബികയ്ക്ക് മുഖമൊന്നും കാണാൻ പറ്റിയിട്ടില്ല, ആരാണ് എന്താണെന്നോ ഒന്നും. മുഖം ഫേസ് കവർ ചെയ്തിട്ടായിരുന്നത്. ഈ സമയത്ത് പുറത്ത് നിന്നവർ കുറേ നേരമായിട്ട് ഇങ്ങനെ ബെല്ലൊക്കെ അടിച്ചും ഡോറിൽ മുട്ടി നോക്കിയിട്ടും ഡോർ അങ്ങനെ തുറക്കുന്നില്ല. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഭൂമിയെ വിളിക്കുകയാണ്. അപ്പോൾ ഭൂമിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇവിടെ ആരും ഇല്ലേ, ഇന്ന് പരിപാടിയൊക്കെ വെച്ചിട്ട് പിന്നെ എന്തേ ആരും വരാത്തത്, ഇവിടെ ആരും ഇല്ലല്ലോ, വീട്ടിലാരും ഇല്ലല്ലോ. ഇല്ല, അവരവിടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഭൂമി അച്ഛൻ്റെ ഫോണിലൊക്കെ വിളിച്ചു നോക്കുകയാണ്, അമ്മയുടെ നമ്പറിലൊക്കെ വിളിക്കുമ്പോൾ ആരും ഫോൺ എടുക്കില്ല. അപ്പോൾ ഭൂമിക്കും പെട്ടെന്ന് ടെൻഷൻ. അപ്പോൾ ഡോറ് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു, വീട്ടിൽ വന്ന ഗസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോ അപകടം പറ്റിയതാണോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഭൂമിക്കും ടെൻഷനായി. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അംബികയ്ക്ക് ഓർമ്മ ചെറുതായിട്ട് തിരിച്ച് കിട്ടാൻ കേട്ടോ. അങ്ങനെ അംബിക കണ്ണ് തുറക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നമ്മുടെ അച്യുതനെയാണ് അംബിക കാണുന്നത്. അംബികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അംബിക അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഒരുവിധം കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വല്ലാത്ത ഒരു വിഭ്രാന്തി പോലെ ആയിപ്പോവാണ്. കാരണം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് തൻ്റെ കൺമുന്നിൽ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അംബികയ്ക്ക് അങ്ങ് പരിഭ്രാന്തിയായിപ്പോയി. അങ്ങനെ അംബിക അച്യുതേട്ടൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഈ സമയം നമ്മുടെ ഭൂമി നേരെ ചെന്ന് അജയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ട അജയ് സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയ് പറയും, നമുക്ക് പോലീസുമായിട്ട് പോയി നോക്കാം, ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്ന്. അങ്ങനെ ഇവിടെ നിന്ന് പോലീസായിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോറ് ഇങ്ങനെ കുറ്റിയിട്ടേക്കാണ് അകത്തുനിന്ന്. അപ്പോൾ ഈ സമയം അംബിക നോക്കുമ്പോൾ അച്യുതൻ്റെ നെഞ്ചിൽ ഈ കത്തി ഇങ്ങനെ ഇരിക്കുക. അംബികയ്ക്ക് അത് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നുണ്ട്, അത് എടുക്കണോ, അത് എടുത്താൽ എന്താ അവസ്ഥ. അംബികയുടെ കൈയും കാലും ഒക്കെ അങ്ങ് വിറയ്ക്കണം. ഒന്നാമത് തല നേരെ നിൽക്കുന്നില്ല, അംബികയ്ക്ക് അമ്മാതിരിയുള്ളൊരു ഇടിയാണ് കിട്ടിയത് തലയ്ക്ക്. അങ്ങനെ അംബിക എങ്ങനെയോ ആ കത്തിയിൽ പിടിച്ചിട്ട് ആ കത്തി ഇങ്ങനെ പൊക്കി, ആ നെഞ്ചിൽ തുളച്ചിരിക്കണത് ഇങ്ങനെ പൊക്കി എടുക്കണതും ഈ പോലീസ് അജയ് അവരും വന്നിട്ട് ഈ ഡോറ് തള്ളി തുറക്കണതും ഒരുമിച്ചാണ്. അപ്പോൾ ആ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർ കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് അംബിക അച്യുതൻ്റെ നെഞ്ചത്ത് ഈ കത്തി കുത്തി ഇറക്കിയിട്ട് എടുക്കുന്ന ഒരു സീനാണ്. പക്ഷേ
പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഉള്ള ധൈര്യം സംഭരിച്ച് അംബിക ആ കമാല് കുത്തിയ കത്തി അച്യുതൻ്റെ നെഞ്ചത്തു നിന്ന് ഊരിയെടുക്കാൻ ശ്രമിച്ചതാണ് അംബിക ചെയ്തത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കമാലിന് മനസ്സിലായി, ആൾക്കാരൊക്കെ കൂടി പോലീസ് വരുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്ന പന്തിയേടാണെന്ന് മനസ്സിലാക്കിയ കമാൽ പിന്നാമ്പുറം വഴി ഇറങ്ങി, അടുക്കള വഴി ഇറങ്ങി പുറത്തോട്ട് പോയി രക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഭൂമി ഈ സമയം കൊണ്ട് വേഗം എത്തുമ്പോൾ ഭൂമിയുടെ കണ്ണി കാണുന്ന സീൻ, എല്ലാവരും ഭൂമിയെ നോക്കിയാണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അങ്ങനെ ഭൂമി കാണുന്ന ഒരു രംഗം എന്ന് പറയണേ, തൻ്റെ അച്ഛൻ ബ്ലഡ് കുളിച്ച് കിടക്കുന്ന അച്ഛനെയാണ് കാണുന്നത്. ഭൂമിക്ക് എന്താ ഈ കണ്ണി കാണണേന്ന് പോലും ഭൂമിക്ക് അറിയില്ല. ഭൂമിയുടെ മനസ്സിൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടുപോവാണ്. ഭൂമി അവിടെ കിടന്ന് വിട്ട് കരയാണ്, തൻ്റെ അച്ഛൻ ഇതാരാ, എന്താ സംഭവിച്ചത്. ഈ സമയം നമ്മുടെ അംബികയെ ബാക്കി പോലീസുകാരെല്ലാം കൂടെ പിടിക്കുകയാണ്. കാര്യം ഒന്നുമില്ല, അംബികയാണ് നമ്മുടെ അച്യുതനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. പോലീസുകാർ ദൃസാക്ഷികളാണ് അവർ, എന്ന് വെച്ചാൽ മീൻസ് ഇങ്ങനെ കത്തി ഊരുന്നത് കണ്ടു, അല്ലാണ്ട് കുത്തുന്ന കണ്ടിട്ടില്ല, ഊരുന്നത് കണ്ടു. അപ്പോൾ അംബിക പറയുന്നുണ്ട്, എന്നെ വിടും, ഞാനല്ല, എൻ്റെ അച്ചുവേട്ടനെ ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ട് അയാളാണെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അംബികയ്ക്ക് പറയാനും പറ്റുന്നില്ല, എന്താ ചെയ്യണം, എന്ത് ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി കേട്ടോ. അങ്ങനെ ഭൂമിക്ക് ആ സമയം അമ്മയെ നോക്കാനൊന്നും പറ്റില്ല. ഭൂമി അവിടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടിട്ട് വാവിട്ട് കരയുന്ന സീനാണ്. അപ്പോഴേക്കും അന്ന് ഫംഗ്ഷന് വിളിച്ചവരൊക്കെ വീട്ടിൽ വരെയാണ്. അവരും ഇത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അതിശയപ്പെടുകയാണ്. അങ്ങനെ ആംബുലൻസിനെ വരുത്തി അച്യുതൻ്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അംബികേനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അംബിക വാവിട്ട് കരയുന്നുണ്ട്, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അച്ചുവേട്ടനെ അയാളാണ് കൊന്നത്. അപ്പോൾ അവരതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അംബികയെ കുറ്റക്കാരിയാക്കിയാണ് കുറ്റപ്പെടുത്തിയാണ് അവർ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. അങ്ങനെ അതേ സമയത്ത് ഈ സമയം നമ്മുടെ അജയ് ഭൂമിയെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഭൂമി നേരെ സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിയുമ്പോൾ, സാറേ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മയ്ക്ക് ഒരിക്കലും എൻ്റെ അച്ഛനെ കൊലപ്പെടുത്താൻ കഴിയില്ല, സാറേ പ്ലീസ് എൻ്റെ അമ്മയെങ്കിലും എനിക്ക് വിട്ട് തരണമെന്നും പറഞ്ഞ് അവിടെ വിട്ടിരുന്ന് കരയണ ഭൂമിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഭൂമിയുടെ കുടുംബം, ഭൂമിയുടെ ജീവിതം അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് സത്യദാസ് ഭൂമിയുടെ അച്ഛനെ ഈ രീതിയിൽ ആരോ കൊലപ്പെടുത്തി എന്നൊക്കെ അറിഞ്ഞിട്ട് സത്യദാസ് വരികയും ഭൂമിയുടെ അടുത്ത് വരുന്ന സീനും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഭവാനി കമാലിനെ വിളിക്കുന്നുണ്ട്, എടോ തന്നോട് ഞാൻ അച്യുതനെ മാത്രം കൊലപ്പെടുത്താനാണോ പറഞ്ഞത്, ആ അഭിരാമിയെ കൂടെ കൊല്ലാനല്ലേ തന്നോട് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി കമാലിനെ ഉച്ചയെടുക്കുകയാണ് കേട്ടോ. മേഡം എനിക്ക് അവസരം തരൂ, ഞാൻ ഒരു അവസരം കൂടെ ഒക്കെ തരൂ, കാരണം എന്ന് വെച്ചാൽ അവിടെ വീട്ടിൽ അച്യുതൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി അവിടെ ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഭൂമിയെ കൊല്ലുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അവസരം കൂടെ തരണേ എന്നിങ്ങനെ പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഭൂമിക്ക് തൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, ഇനി അമ്മയും കൂടെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മകളെ പോലെ ഭൂമി അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന സീനൊക്കെയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് തോന്നുന്ന രംഗങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്ത ആഴ്ചയിൽ ഭയങ്കര ട്വിസ്റ്റാണ് വരുന്നത്. പാവം അച്യുതൻ്റെ ജീവനും നഷ്ടപ്പെട്ടു, തൻ്റെ അമ്മ ഒരു കൊലപാതകയാക്കുകയും ചെയ്തു. എല്ലാം കൊണ്ടും ഭൂമിയുടെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോണ ഒരവസ്ഥയിലാണ് എത്തുന്നത് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇനി എന്തായി തീരുമെന്നൊന്നും അറിയില്ല, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവരും ഇവർ വിവാഹിതരായാൽ എന്ന ഈ പരമ്പരയുടെ ഈ അടുത്ത ആഴ്ചത്തെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എൻ്റെ മുത്തുമണീസ് മറന്നു പോവല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിവിടെ വെക്കുക കേട്ടോ. അപ്പം ഈ ചാനലിൽ തന്നെ നമ്മൾ ഇവർ വിവാഹിതരായാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും കാറ്റത്തെ കിളിക്കൂട് രാത്രി 7 മണിക്കുമാണ് ഇടുന്നത്. ഇതിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇന്നത്തെ സമയത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കുക. ഇന്നും നാളെയും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടില്ല. അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് ആ ഒരു നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതുവരെ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.